വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാഹുലിന്റെ പത്രികാ സമർപ്പണത്തിനിടെ നടന്ന റോഡ് ഷോയിൽ കൊടികളില്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അടക്കം കൊടികൾ ഉയർത്താതെയാണ് റോഡ് ഷോ നടന്നത്. മുസ്ലിം ലീഗിന്റെ കൊടികൾ പ്രകടനത്തിൽ ഉപയോഗിച്ചാൽ കേരളത്തിന് പുറത്ത് വിവാദമാകുമോ എന്നും ഭയന്നാണ് സ്വന്തം കൊടി പോലും കോൺഗ്രസ് ഉപേക്ഷിച്ചത്. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ സൂചിപ്പിച്ചതിലാണ് കഴിഞ്ഞ തവണ നടന്ന റോഡ് ഷോയിൽ ലീഗിന്റെ പതാക വലിയ രീതിയിൽ അമേഠിയിൽ ഉൾപ്പെടെ രാഹുലിന്റെ പരാജയത്തിലൊരു ഘടകമായ ഒരു സാഹചര്യമുണ്ട്. SDPI ബാന്ധവം തങ്ങൾ അവഗണിക്കുകയാണെന്നൊരു പ്രതീതി കോൺഗ്രസ് വരുത്തുന്നുണ്ടെങ്കിൽ പോലും മുൻപുണ്ടായ തിരിച്ചടി അവഗണിക്കാനാണ് ഇത്തരത്തിൽ ഒരു സമാന ദൃശ്യം ഇപ്പോൾ വയനാട്ടിൽ ഒഴിവാക്കിയത് എന്ന് മനസ്സിലാകണം. രാഹുലിന്റെ ചിത്രങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ടായിരുന്നല്ലോ തവണ റോഡ് ഷോ. തീർച്ചയായും ലക്ഷ്മി, രാഹുലിന്റെ ഫ്ലെക്സ് കാർഡുകൾ മാത്രം ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണ റോഡ് ഷോ നടന്നിരുന്നത്. കഴിഞ്ഞ തവണയടക്കം ഇവിടെ ലീഗിന്റെ അടക്കം കൊടികൾ ഉയർത്തിക്കൊണ്ടാണ് റോഡ് ഷോ നടന്നിരുന്നത്. ഇത് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വെച്ചിരുന്നു. ഒരു ഹിന്ദു പ്രീണനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ രാഹുൽ ഇത്തരത്തിലുള്ള ഒരു പദയാത്രയിൽ തങ്ങളുടെ അടക്കം കൊടി ഉപേക്ഷിച്ചതെന്നാണ് ഇപ്പോൾ പരക്കെയുള്ള സംസാരം. അതായത് ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ കൂടി കൊടികൾ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം. ഇവരുടെ ഘടകകക്ഷികളുടെ ആരുടെയും കൊടി അവിടെ കാണുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അടക്കം SDPI ബാന്ധവം അടക്കം പുറത്തു വന്നിട്ടുള്ളത്. അതായത് പരസ്യമായി SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ PFI അടക്കം, അതായത് നിരോധിത സംഘടനയായ PFI അടക്കം ഈ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ PFI വോട്ട് കച്ചവടത്തിൽ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും PFIയുടെ വോട്ട് വേണ്ട എന്നുള്ളത് ഈ കോൺഗ്രസ് പറഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ അടക്കം കൊടികൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ മാത്രം കൊടി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ അടക്കം കൊടി, അതായത് കോൺഗ്രസിന്റെ അടക്കം കൊടി ഉപേക്ഷിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഇത്തവണ വയനാട്ടിൽ എത്തിക്കൊണ്ട് പത്രികാ സമർപ്പണം നടത്തിയത്. അതായത് പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ KC വേണുഗോപാൽ കൂടെ ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ കൂടെ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ അടുത്തുണ്ടായിരുന്നിട്ട് കൂടി പ്രവർത്തകരുടെ കയ്യിൽ കൊടികളില്ലാത്തത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിരുന്നു. അതായത് ലീഗിന്റെ കൊടി മാത്രം മാറ്റുകയാണെങ്കിൽ അത് വേറെ വലിയ ഒരു ചർച്ചാ വിഷയമാകുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് കൊടികൾ ഒന്നും തന്നെ, അതായത് കോൺഗ്രസിന്റെ കൊടികളോ അല്ലെങ്കിൽ ലീഗിന്റെ കൊടികളോ മറ്റ് ഘടകകക്ഷികളുടെ കൊടികളോ പാടില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തതും അത്തരത്തിൽ കൊടികൾ ഒഴിവാക്കി രാഹുലിന്റെ ചിത്രങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണം നടന്നത്.